പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കൈകളാൽ അത്ഭുതമായി നടത്തിടും മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹം എന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ഏപ്രിൽ മാസം 1-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഗ്ലോറിയസ് മൊമെന്റ്, മഹത്വത്തിൻ്റെ നിമിഷം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം അതിന്റെ 43-ാമത്തെ വാക്യം. തന്റെ 2-ാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവിൻ എന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെടുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് ഗ്ലോറിയസ് മൊമെന്റ് അല്ലെങ്കിൽ മഹത്വത്തിന്റെ നിമിഷം എന്നുള്ളതാണ്. ഇതാ യോസെഫിനെ കുറിച്ചുള്ള വാക്യമാണ് നാം വായിച്ചു കേട്ടത്. ഇതാ അവനെ തൻ്റെ 2-ാം രഥത്തിൽ കയറ്റി മുട്ടുകുത്തുവനെന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചുകൊണ്ട് ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിന്റെ മേലധികാരിയാക്കി തീർത്തു. പ്രിയരെ, ഈ വചന പശ്ചാത്തലം നാം ചിന്തിക്കുമ്പോൾ യോസെഫ് ഇന്നലകളിൽ കടന്നുപോയത് നിരവധി പ്രതികൂലങ്ങളിലൂടെയാണ്. ആ പ്രതികൂലങ്ങളിലൂടെല്ലാം ഓരോന്നോരോന്നായി കയറി ഇറങ്ങുമ്പോൾ നമ്മുടെ നോട്ടത്തിൽ അല്ലെങ്കിൽ യോസെഫിന്റെ നോട്ടത്തിൽ മുമ്പിൽ ഒരു പ്രതീക്ഷ കാണുമെന്ന് അറിയത്തില്ല. പക്ഷേ വിളിച്ച ദൈവം, ദർശനം കൊടുത്ത ദൈവം, സ്വപ്നം കൊടുത്ത ദൈവം അവന് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന സമയത്തിലേക്ക് അല്ലെങ്കിൽ അവന് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന നിമിഷത്തിലേക്ക് ഇതാ ദൈവം അവനെ കൊണ്ടുവരികയാണ്. രാജാവ് അവനെ 2-ാം രഥത്തിൽ കയറ്റി അവൻ്റെ മുമ്പിൽ എല്ലാവരും മുട്ടുകുത്തുവാൻ കൽപ്പിച്ചുകൊണ്ട് അവനെ ആ പട്ടണത്തിൻ്റെ മേലധികാരിയാക്കി തീർക്കുകയാണ്. ഇതാണ് ഗ്ലോറിയസ് മൊമെന്റ്, ഇതാണ് മഹത്വത്തിൻ്റെ നിമിഷം. ദൈവത്തിന് വേണ്ടി നിന്ന ഒരാളും ലജ്ജിച്ചു പോകത്തില്ലെന്നുള്ളത് ഈ വചനം വായിക്കുകയും ഈ വചനം കേൾക്കുകയും ചെയ്യുമ്പോൾ നാം തിരിച്ചറിയും. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ യോസെഫിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം പറയുന്നത് ശ്രദ്ധിക്കണം. യോസെഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ, അതിന്റെ കൊമ്പുകൾ മതിൽമേൽ പടരുന്നു. യോസെഫിനെ കുറിച്ച് ഈ വചനം പറയുകയാണ്, അവനൊരു ഫലപ്രദമായ വൃക്ഷമാണ്, അതിന്റെ കൊമ്പുകൾ മതിന്മേൽ പടരുന്നു. അപ്പോൾ ഈ വചനത്തിനകത്തു നിന്ന് ആഴമേറിയ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. യോസെഫ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പക്ഷെ അവൻ്റെ മുമ്പിൽ വലിയ മതിലുകൾ ഉണ്ടായിരുന്നു. ആ മതിലുകളെ കുറിച്ചൊന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, താൻ കണ്ട ദർശനം താൻ പറഞ്ഞപ്പോൾ തൻ്റെ സഹോദരന്മാർ തനിക്ക് മുമ്പിൽ മതിലായി നിന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ വിരോധികളായി തീർന്നു. അവൻ പറഞ്ഞ ആ നന്മയിലേക്ക് അവനെ നടത്താതെ വണ്ണം അവർ വിരോധങ്ങളായി ഒരു മതിൽ സൃഷ്ടിച്ചു. 2-ാമത്തെ മതിൽ എന്ന് പറയുന്നത് പൊട്ടക്കിണറാണ്. സഹോദരന്മാർ അവനെ ആ പൊട്ടക്കിണറിലേക്ക് വലിച്ചെറിഞ്ഞു. ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയത്തില്ലെന്ന് സഹോദരന്മാർ ചിന്തിച്ചെങ്കിലും വിളിച്ച ദൈവം ആ പൊട്ടക്കിണറ്റിൽ അവനെ കയകയറ്റി. ഇതാ അവൻ അടിമച്ചന്തയിലേക്ക് വരികയാണ്. അടിമച്ചന്ത അവനൊരു മതിലായിരുന്നു. പക്ഷെ വിളിച്ച ദൈവം അവിടുന്ന് അവനെ പൊത്തീഫറിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. പൊത്തീഫറിന്റെ വീട്ടിൽ അവന്റെ ഭാര്യ അവനൊരു മതിലായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, അവിടെ നിന്നും വിളിച്ച ദൈവം അവനെ കാരാഗ്രഹത്തിൽ എത്തിക്കുകയാണ്. കാരാഗ്രഹം അവന്റെ ജീവിതത്തിൽ ഒരു മതിലായിരുന്നു. പക്ഷേ അവിടെ നിന്ന് വിളിച്ച ദൈവം ഇതാ അവനെ മന്ത്രിപദത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇതാണ് ഗ്ലോറിയസ് മൊമെന്റ്. ദൈവത്തിന് വേണ്ടി നിന്ന് ഒരാളും ലജ്ജിച്ചു പോകത്തില്ലെന്നും ദൈവം തന്ന വാഗ്ദത്തം നിറവേറുമെന്നുള്ളതും വ്യക്തമായി തിരിച്ചറിയുന്ന ഒരു നിമിഷം.
ഫറവോനിത തൻ്റെ 2-ാം രഥത്തിൽ അവനെ കയറ്റി തൻ്റെ മുമ്പിൽ സകലരും മുട്ടുകുത്തുവാൻ കൽപ്പിച്ചുകൊണ്ട് ആ പട്ടണത്തിൻ്റെ മേലധികാരിയാക്കി അവനെ തീർക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളും ലജ്ജിച്ചു പോകാതെ ദൈവം വെച്ചിരിക്കുന്ന നന്മ അവർ കാണുമെന്ന് ഉറപ്പിക്കുന്നവരുണ്ടെങ്കിൽ ഈ മാസം നിന്റെ മാസമാണ്. ദൈവിക നന്മ നിനക്ക് മുമ്പിൽ വെളിപ്പെട്ടു വരും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ദാവീദിനെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ, സഹോദരന്മാർ തെളിയ, അപ്പൻ തെളിയ, അവൻ്റെ മുമ്പിൽ ഒരു ഗ്ലോറിയസ് മൊമെന്റ് ഉണ്ട്. ആ പദത്തിലേക്ക് നമ്മൾ വരികയാണ്. 1 ശമൂവേൽ 16-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്റെ മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയ, സഹോദരന്മാർ തെള്ളിയെടുത്ത്, അപ്പൻ തെള്ളിയെടുത്ത്, ഇതാ ദൈവം അവനെ മാനിക്കുകയാണ്. രഹസ്യത്തിൽ ആരാധിച്ചവനെ പരസ്യത്തിൽ മാനിക്കുന്ന നിമിഷം, ദ ഗ്ലോറിയസ് മൊമെന്റ്, മഹത്വത്തിന്റെ നിമിഷം. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന നിന്നെ ദൈവം ഉയർത്തും, ദൈവം നിന്നെ മാനിക്കും. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് എസ്തറിന്റെ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. അപ്പനും അമ്മയും ഇല്ലാത്തവൾ, എടുത്തു വളർത്തപ്പെട്ടവൾ, അവളെ ഇതാ സകല സ്ത്രീകളുടെയും നടുവിൽ വെച്ച് ദൈവം മാനിക്കുകയാണ്. എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു. സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വസ്തുക്ക് പകരം രാജ്ഞിയാക്കി. ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആ രാജ്യത്തിൽ ഒത്തിരി ഉയർന്നവരുണ്ടായിരുന്നു. ആ കൊട്ടാരത്തിൽ അനേകം മന്ത്രിമാരുടെ മക്കൾ കാണാം, അവർ ശുപാർശ ചെയ്തവർ കാണാം, അതിന് യോഗ്യരെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയവരുണ്ടാകാം. പക്ഷേ അവരിലും അധികമായി രാജാവ് എസ്തേറിനെ അധികമായി സകല കന്യകമാരിലും അധികമായി സ്നേഹിച്ചു. എന്നെ കേൾക്കുന്നവരെ, ഇതാണ് ഗ്ലോറിയസ് മൊമെന്റ്. ആരും ജീവിതത്തിൽ സഹായിക്കാനില്ലെന്ന് പറഞ്ഞ്, സാഹചര്യങ്ങൾ നോക്കിയാൽ ഇനി മുമ്പിൽ ഒരു ഉയർച്ചയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആരൊക്കെയോ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ ആത്മാവിൽ ഇങ്ങനൊരു പദം വിളിച്ചു പറയുന്നു: എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ഭക്തന് വേണ്ടി ദൈവം ഒരു ഗ്ലോറിയസ് മൂവ്മെന്റ് കൊണ്ടുവരും. ദൈവം മാനിക്കുന്ന സമയം. ദാനിയേലിനെ നിങ്ങൾ നോക്കി, ആ സിംഹക്കുഴിയിൽ സിംഹങ്ങളുടെ വായടച്ചുകൊണ്ട് രാജാവിൻ്റെ മുമ്പിലും ആ പട്ടണത്തിന് മുമ്പിലും ദാനിയേലിനെ മാനിച്ചിരിക്കുകയാണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ച 3 ചെറുപ്പക്കാർ, ശദ്രക്ക്, മേശക്ക്, അബ്ദിനോഗ്, അവരെ അഗ്നിജ്വാലയ്ക്ക് ദഹിപ്പിക്കാൻ കഴിയാത്തവണ്ണം 4-മനായി ഇറങ്ങി നിന്നുകൊണ്ട് ആ പട്ടണത്തിൽ ദൈവം മാനിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന സഹോദര, സഹോദരി, നീ തെള്ളപ്പെടാൻ പോകുകയല്ല, നീ ഒറ്റപ്പെടാൻ പോകുകയല്ല. ആ പട്ടണത്തിൽ, ആ ഭവനത്തിൽ ദൈവം നിന്നെ മാനിക്കാൻ പോകുന്ന മാസമാണ്. ദൈവം നിന്നെ ഉയർത്താൻ പോകുന്ന മാസമാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ മാസത്തിൽ ഏതോ ഒരു നിമിഷം നിന്റെ മേളിലൊരു ഗ്ലോറിയസ് മൂമെന്റ് സംഭവിക്കും. ദൈവം കിരീടം വെക്കുന്നത് പോലെ നിന്നെ തല ഉയർത്തുന്ന, നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന ഒരു സമയം വെളിപ്പെടും. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, 3-ാം സങ്കീർത്തനം അതിൻ്റെ 2-3 വാക്യങ്ങൾ. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. 3-ാമത്തെ വാക്യം, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നതിനും ആകുന്നു. ഈ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മെക്കുറിച്ച് പലരും ഇങ്ങനായിരിക്കും പറയുന്നത്. നമ്മളെ നോക്കിയിട്ട്, നമ്മുടെ സാഹചര്യങ്ങളെ നോക്കിയിട്ട്, അവന് ദൈവത്തിൽ രക്ഷയില്ല, അവന് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അവൻ്റെ വഴിയെല്ലാം അടഞ്ഞു, അവൻ്റെ കുടുംബജീവിതം തകർന്നു, സാഹചര്യങ്ങൾ, ജോലി നഷ്ടപ്പെട്ടു, ഇങ്ങനെയൊക്കെ പറയുന്ന പല മേഖലയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് ചേർന്ന് പറയേണ്ടത്, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ദൈവത്തോട് കൂടെ നിൽക്കുന്നവരോട് ദൈവത്തിന് പറയാനുണ്ട്, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ മുകളിലേക്ക് ഒരു ഗ്ലോറിയസ് മൊമെന്റ് വെളിപ്പെടാൻ പോകുന്നു. ദൈവം നിന്നെ ഉയർത്തുന്ന മാസമാണ്. ദൈവം നിന്നെ മാനിക്കുന്ന മാസമാണ്. ദൈവത്തിൻ്റെ വലിയ കരം നിന്റെ മുകളിൽ വെളിപ്പെടുന്ന മാസമാണ്. ഒന്ന് കണ്ണുകൾ അടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്നവർ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും, വിഷമത്തിലാണെങ്കിലും, ഈ മാസം മുതൽ നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു ഗ്ലോറിയസ് മൊമെന്റ്, അറിയാം, മഹത്വത്തിൻ്റെ നിമിഷം വെളിപ്പെട്ട് വരികയാണ്. ദൈവം മാനിക്കുമെന്ന് പറയുന്ന, ദൈവം ആദരിക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്, കർത്താവേ ഞാൻ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ കുടുംബജീവിതം, ഇവരുടെ ജോലിയുടെ അനുഭവങ്ങളെല്ലാം ഒരു മാന്യതയിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോകുന്നു. ദൈവത്തിൻ്റെ കരം ഇവർക്ക് അനുകൂലമായതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരേ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും
ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ഈ ലിങ്കുകൾ മറ്റൊരാൾക്കും കൂടെ അയച്ചു കൊടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഒരു കാര്യം ഓർപ്പിക്കുന്നു, എല്ലാ ദിവസവും സൂമിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് ആരാധന നടക്കുകയാണ്. നിങ്ങളെയും ഞാൻ ക്ഷണിക്കുന്നു, നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാ മേഖലയിലും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.